ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കണ്ണീർ വാർത്ത ലോകം. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുന്നതിന് കർദിനാൾമാർ വത്തിക്കാനിൽ യോഗം ചേരുകയാണ്. ആഗ്രഹപ്രകാരം വത്തിക്കാന് പുറത്ത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാകും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കുക. ലളിതമായ സംസ്കാര ചടങ്ങുകൾ നിർദ്ദേശിച്ചുള്ള പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പര്യായമായിരുന്ന മഹാ ഇടയന്റെ വിയോഗ ദുഃഖത്തിലാണ് ലോകം. പ്രാർത്ഥനകളുമായി ആയിരങ്ങളാണ് സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടുന്നത്. സംസ്കാര ചടങ്ങുകളും പൊതുദർശന ക്രമീകരണങ്ങളും നിശ്ചയിക്കുന്നതിന് കർദിനാൾമാരുടെ യോഗത്തിൽ തീരുമാനമെടുക്കും. നാളെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചേക്കും. ലളിതമായ ചടങ്ങുകളോടെയാകണം സംസ്കാരമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു. ഇതു സംബന്ധിച്ച മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. വത്തിക്കാനു പുറമെ റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലെ ശവകുടീരത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമമൊരുങ്ങുക. കല്ലറ അലങ്കരിക്കരുതെന്നും കല്ലറയ്ക്കു പുറത്ത് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നു മാത്രമേ ആലേഖനം ചെയ്യാവൂ എന്നുമാണ് മരണപത്രത്തിൽ പറയുന്നത്. സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം പോപ്പ് ബസലിക്കയ്ക്ക് മുൻകൂറായി കൈമാറിയിരുന്നു. പാപ്പ പറഞ്ഞത് തന്റെ കല്ലറ തറയിലായിരിക്കണം, അതിൽ അലങ്കാരം ഒന്നും ചെയ്യാൻ പാടില്ല, ഡെക്കറേഷൻസിന് വേണ്ടി ഒന്നും ചെയ്യരുത്, സിമ്പിൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അതായത് വത്തിക്കാനിൽ അടക്കരുത്, മരിയ മെജോര ബസിലിക്കയിൽ വേണം അടക്കണമെന്ന് പറഞ്ഞത്. കാരണം അവിടെയാണ് പാപ്പ അപ്പോസ്തലിക യാത്രയ്ക്ക് പോകുമ്പോഴും അതിനുശേഷവും പാപ്പ മാതാവിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും തന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷാഘാതവും ഹൃദയസ്തംഭനവുമാണ് മരണകാരണമെന്നും വത്തിക്കാൻ അറിയിച്ചു. ആചാരങ്ങളുടെ ഭാഗമായി സാന്റാ മാർത്തയിലെ പോപ്പിന്റെ വസതിയുടെ വാതിലുകൾ ചുവന്ന റിബൺ കെട്ടി മുദ്രവച്ചു. പോപ്പ് ധരിച്ചിരുന്ന മോതിരം നശിപ്പിക്കാനും പേപ്പൽ കോൺക്ലേവ് വിളിച്ചു ചേർക്കാനുമുള്ള ചുമതല കാമർലെങ്കോ പദവിയിലുള്ള കർദിനാൾ കെവിൻ ഫാരലിനാണ്. പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കും വരെ വത്തിക്കാന്റെ ഭരണച്ചുമതലയും കാമർലെങ്കോയ്ക്കാണ്. 15 മുതൽ 25 ദിവസത്തിനുള്ളിലാകും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് സിസ്റ്റൻ ചാപ്പലിൽ ചേരുക. ഇന്റർനാഷണൽ ഡെസ്ക് 24.